എറണാകുളത്തെ പണിമുടക്ക് ഹർത്താലിന് സമാന പ്രതീതിയുണ്ടാക്കി. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നതിനൊപ്പം സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ ഓടിയില്ല. KSRTC ബസ് ഓടിക്കാൻ ഒരു വിഭാഗം തയ്യാറായിരുന്നുവെങ്കിലും സമരക്കാർ തടഞ്ഞു. അങ്കമാലിയിൽ ഉൾപ്പെടെ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും അടപ്പിക്കാൻ സമരക്കാർ രംഗത്തിറങ്ങിയതോടെ പലയിടത്തും സംഘർഷമുണ്ടായി. രാഗിൻ വിശദവിവരങ്ങളുമായി ചേരുന്നു. രാഗിൻ, എവിടെയൊക്കെയാണ് ജില്ലയിൽ ക്രമാസക്തമായി ഈ സമര അനുകൂലികൾ പെരുമാറിയത്? ഒപ്പം ഏതൊക്കെ സ്ഥാപനങ്ങൾ അടപ്പിച്ചു, യാത്ര തടസ്സപ്പെടുത്തിയോ, ജനജീവിതം ദുസ്സഹമാക്കിയോ? വിശദവിവരങ്ങൾ എന്തൊക്കെ? പണിമുടക്ക് ദിവസം ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് പലയിടങ്ങളിലും കണ്ടത്. നേരത്തെ കണ്ട ദൃശ്യങ്ങൾ അങ്കമാലിയിലായിരുന്നു. അങ്കമാലി മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ സ്ഥാപനത്തിൽ പ്രതിഷേധിക്കാൻ സമരക്കാരെത്തി. അതോടൊപ്പം തന്നെ വിവിധ ബാങ്കുകൾ, പല ബാങ്കുകളുടെയും ഓഫീസുകളിലെത്തി അടപ്പിക്കാൻ ശ്രമിച്ചു. തുടർന്ന് മുനിസിപ്പാലിറ്റിയിൽ എത്തി അടപ്പിക്കാൻ ശ്രമിച്ചു. കൂടാതെ കളക്ടറേറ്റിലെത്തിയ ജീവനക്കാരെ തടഞ്ഞു. അങ്ങനെ വിവിധ ഇടങ്ങളിൽ സംഘർഷം ഉണ്ടായി. ഇപ്പോഴും പലയിടങ്ങളിലും KSRTC ബസ് സ്റ്റാൻഡുകളിലടക്കം പലരും പോകാൻ ബസ്സുകളില്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ചേട്ടനുണ്ട്. എവിടെ നിന്നാണ് വന്നത്? ഷൊർണൂരിൽ നിന്നാണോ? ഞാൻ പട്ടാമ്പി സ്വർണ്ണം. ഞാൻ ഇവിടെ സ്ക്രാപ്പിന്റെ പരിപാടി ഇന്നലെ വന്നതാണല്ലേ? ഇവിടെ ഇന്നലെ വന്ന് പെട്ടതാണ്. ഇതുവരെ പോകാൻ പറ്റിയില്ല. എപ്പോഴാ ബസ് പോകാൻ പറ്റും? നാളെ വരെ ഇപ്പൊ ഇവിടെ കഴിച്ചു വിട്ടണം, സ്റ്റാൻഡിൽ കഴിച്ചു വിട്ടണം. എന്താ വലിയ ബുദ്ധിമുട്ടാണ്. ഭക്ഷണം ഹർത്താലും ബന്ധവും ശരിയല്ല. അതാണ് എങ്ങോട്ടാ പോകേണ്ടത്? ഞാൻ ഇവിടെ പെരുമ്പാവൂർ വരെ പോകാൻ ഇന്നലെ വന്ന് പെട്ടിട്ട് ഇതുവരെ പോകാൻ കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ വേണ്ടി പോവാണ്. ഈ ചേട്ടനെ പോലെ ഒരുപാട് പേർ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇന്ന് KSRTC ബസ് ഒരു വിഭാഗം ജീവനക്കാർ എടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ മറുവിഭാഗം സമരവുമായി എത്തി. അതുകൊണ്ട് ഓടാൻ കഴിഞ്ഞില്ല. എന്തായാലും ഇന്ന് KSRTC ബസ്സുകളൊക്കെ ക്ലീൻ ചെയ്യുന്ന ആ ജോലിയിലേക്ക് പലരും ഏർപ്പെട്ടിരിക്കുകയാണ്. കാരണം വാഹനം എന്തായാലും ഓടാൻ കഴിയില്ല. വല്ലപ്പോഴും ഒരു ബസ് എത്തിയാലായി. അങ്ങനെ എത്തുമെന്ന് പ്രതീക്ഷിച്ച് പലരും കാത്തിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമുക്കിവിടെ KSRTC ബസ് സ്റ്റാൻഡിൽ കാണാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ അങ്കമാലിയിൽ തന്നെ തൃശ്ശൂർ മേയർ എത്തിയ ഘട്ടത്തിൽ സമരക്കാർ തടഞ്ഞു. ഇടത് സമരക്കാരാണ് മേയറെ തടഞ്ഞത്. തുടർന്ന് വലിയ പ്രതിഷേധം ആ മേഖലയിൽ ഉണ്ടായിരുന്നു. പിന്നെ പോലീസ് ഇടപെട്ടാണ് അവരെ വഴിതിരിച്ചു വിടുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായത്. ഇപ്പോഴും ബസ് എപ്പോഴെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ പലരും KSRTC ബസ് സ്റ്റാൻഡുകളിലടക്കം എത്തി കിടന്നുറങ്ങുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾ നേരിടുന്നുണ്ട് പല മേഖലകളിലും. അതോടൊപ്പം തന്നെ സംഘർഷവും ഒക്കെ ഇതിന്റെ ഭാഗമായി തന്നെ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട സംഘർഷം കണ്ടത് അങ്കമാലി മേഖലയിലായിരുന്നു. അവിടെ ഈ ദേശീയപാത ഓരത്ത് സമരം ഇരുവിഭാഗവും, അതായത് CITU, AITUC, അതോടൊപ്പം തന്നെ NTUC ഒക്കെ സമരവുമായി മുന്നോട്ട് പോയിരുന്ന കാഴ്ചയുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ദേശീയപാതയിൽ ചരക്ക് ലോറികളടക്കം തടഞ്ഞുകൊണ്ടുള്ള സമരം ഒക്കെ ഉണ്ടായിരുന്നു. പലരും ഇവിടെ ഇരിപ്പുണ്ട്. എവിടേക്ക് പോകാനുള്ളതാണ്? മൂന്നാറിൽ പോകണം. ബസ് ഉണ്ടോ? എന്താ പറയുന്നത്? എന്താ ചെയ്യാ? ഇപ്പോൾ ഇവിടെ ഇരിച്ച് കഴിച്ചു കൂട്ടുക? വേറെ ഓപ്ഷൻ ഇല്ല. കഴിച്ചിട്ടില്ല. ഭക്ഷണം കഴിച്ചിട്ടില്ല? ഒന്നും കഴിച്ചിട്ടില്ല. കട പോലും ഇല്ല? കടവുമില്ല. എവിടെ? अम्बटका തൊട്ടടുത്തല്ലേ? പക്ഷെ ബസ്സില്ല. ऐसी भी ऑटो से चला जाएगा. ഓട്ടോ? ओके. ഇതുപോലെ ഒരുപാട് പേർ ബുദ്ധിമുട്ടുകയാണ്. ചേട്ടനെ കൊണ്ടാണ് പോകേണ്ടത്.